പൂരം നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ 11ാം സ്ഥാനമാണ് പൂരം നക്ഷത്രത്തിനെ കൽപ്പിച്ചിരിക്കുന്നത്. വളരെയധികം ഓർമ്മശക്തിയുള്ളതായിരിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശത്താക്കാനുള്ളതായിരിക്കുന്ന കഴിവും ഉണ്ടായിരിക്കും. സ്വാശ്രയശീലമുള്ളവരാണെങ്കിൽ തന്നെയും മറ്റുള്ള വ്യക്തികളുടെ സഹായത്തോടുകൂടി മാത്രമേ ഇവർ ഓരോ പദ്ധതികളും നടപ്പിലാക്കുകയുള്ളൂ. ചെറുപ്പം മുതൽക്ക് തന്നെ ഏത് വിഷയത്തിലാണ് തങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവർക്ക് പ്രായേണ വളരെയധികം കുറവായിരിക്കും. സത്യസന്ധരും വിവേകികളുമായ ഇവർക്ക് ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കും. പ്രശസ്തിയും പദവിയും നേടിയെടുക്കാൻ കഴിവുള്ള ഇവർ പൊതുവെ ഗൗരവഭാവക്കാരായിരിക്കും. ബുദ്ധിസാമർഥ്യവും സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന കഴിവുമുള്ളവരാണ് ഇവരെങ്കിൽ തന്നെയും പെട്ടെന്ന് ക്ഷോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷവും ഇവർക്കുണ്ട്. എങ്കിലും എല്ലാത്തരം ആളുകളോടും ഇടപെടുവാൻ അസാധാരണമായിരിക്കുന്ന കഴിവും ഇവർക്കുണ്ടാകും. പൊതുവെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ വിജയിക്കാറുമുണ്ട്. അധികാര സ്ഥാനത്തെത്തുവാൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്ന ഇവർ അത്തരം സ്ഥാനങ്ങളിൽ വളരെയധികം ശോഭിക്കുകയും ചെയ്യും. കലാവാസനയുള്ള ഇവർക്ക് ഗ്രന്ഥപാരായണത്തിലും താല്പര്യമുണ്ടാകും. സദാചാരനിഷ്ഠയും വാക്ക് പാലിക്കണമെന്നുള്ളതായിരിക്കുന്ന നിർബന്ധവുമുള്ളതായിരിക്കുന്ന ഇവർ കർത്തവ്യങ്ങൾ ഭംഗിയായി നിറവേറ്റുന്ന വ്യക്തികളുമായിരിക്കും. മറ്റുള്ള വ്യക്തികളുടെ ഇഷ്ടമനുസരിച്ച് പെരുമാറുവാൻ മടി കാണിക്കുന്നത് മൂലം ധാരാളം ശത്രുക്കളും ഇവർക്കുണ്ടാക്കും. മാന്യമായി പെരുമാറാനും സ്വന്തം നില ഭദ്രമാക്കാനും തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഇവർ കഴിവതും ആരോടും കലഹിക്കാതിരിക്കുവാനും ശ്രമിക്കും. പക്ഷേ ആദർശങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചയില്ലാത്തതായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചെന്നും വന്നേക്കും. ഇവർക്ക് ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ളതായിരിക്കുന്ന ശത്രുക്കൾ എപ്പോഴും ധാരാളം ഉണ്ടായിരിക്കും. ഇത് ഇവരുടെ അഭിവൃദ്ധിയെ പലപ്പോഴും അപകടത്തിലും ആക്കാറുണ്ട്. പൂരം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ പല പല പരിവർത്തനങ്ങളും ഉണ്ടാക്കും. 22, 27, 30, 32, 37, 44 എന്നീ വയസ്സുകളെല്ലാം തന്നെ ഇവർക്കുള്ള ഓരോ പരിവർത്തന ഘട്ടങ്ങളായിരിക്കും. ആർഭാടരഹിതമായിരിക്കുന്ന ഒരു സ്വസ്ഥ ജീവിതത്തിലാകും ഇവരിൽ മിക്കവർക്കും താല്പര്യം. പണസംബന്ധമായുള്ള ഇടപാടുകളിൽ ഇവർ വളരെയധികം കണിശക്കാരാണെങ്കിൽ തന്നെയും ഇടപെടുന്ന ആളുകളിൽ നിന്നുമുള്ളതായിരിക്കുന്ന അനുഭവം തികച്ചും നിരാശാജനകമായിരിക്കും. പൂരം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 10 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബാലാരിഷ്ടത നിറഞ്ഞ സമയമായിരിക്കും. 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണദോഷ മിശ്രം. 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം വളരെ അഭിവൃദ്ധിപ്രദമായിരിക്കുന്ന സമയമാണ്. ഈ സമയത്തിൽ വിദ്യാഗുണം, സാമ്പത്തിക അഭിവൃദ്ധി, തൊഴിൽപരമായുള്ള വിജയം, വിവാഹം, സൽസന്താന പ്രാപ്തി, കാര്യജയം എന്നിവ അനുഭവമാകും. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണദോഷ മിശ്രമാണ്. 33 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കാലഘട്ടം വലിയ ദോഷമില്ലാത്ത സമയമാണ്. സാമ്പത്തികമായും മറ്റുമെല്ലാം തന്നെ ഈ സമയത്തിൽ ഗുണമുണ്ടാകുമെങ്കിൽ തന്നെയും കുടുംബപരമായും മറ്റും മനക്ലേശങ്ങളും വന്നു ചേരാം. 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെയധികം നല്ല സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി, പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യം, ബന്ധുപകാരം തുടങ്ങിയ അനവധി ഫലങ്ങൾ ഈ സമയത്തിൽ അനുഭവമാക്കും. 67 വയസ്സിന് ശേഷം സമാധാനപൂർണമായുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം. പൂരം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ അത്തം, ചോതി, അനിഷം എന്നീ നക്ഷത്രങ്ങളും അഷ്ടമരാശിയായിരിക്കുന്ന മീനം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ പൂരോരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും. ഈ നക്ഷത്രങ്ങളാണ് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പൂരം നക്ഷത്രജാതർക്ക് ചന്ദ്രന്റെയും രാഹുവിന്റെയും ശനിയുടെയും ദശാകാലം പ്രായേണ ദോഷകരമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണകരമാണ്. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി തുടങ്ങിയ സാത്വിക രൂപത്തിലുള്ള ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതും ഗുണം ചെയ്യും. സൂര്യഭഗവാനെയും പരമശിവനെയും പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. ഭരണി, പൂരം, പൂരാടം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഉത്തമമാണ്. പൂരം നക്ഷത്രവും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താം. ജന്മനക്ഷത്ര ദിവസം ലക്ഷ്മി പൂജയോ ആദിത്യ പ്രാർത്ഥനയോ ചെയ്യുന്നതും ഗുണകരമാണ്.
പൂരം നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം പ്ലാശാണ്. ചുണ്ടലിയാണ് മൃഗം. ചകോരം പക്ഷി. സ്ത്രീ യോനി. മനുഷ്യഗണം. ആര്യമാവാണ് താരദേവത. പൂരം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികളുടെ അനുയോജ്യമായ നിറം വെള്ളയും ഇളനീലയും ചുവപ്പുമാണ്. അനുയോജ്യമായ രത്നം വജ്രമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. നന്ദി, നമസ്കാരം. പൂരം നക്ഷത്രം നക്ഷത്രക്രമത്തിൽ 11-ാം സ്ഥാനമാണ് പൂരം നക്ഷത്രത്തിന്.